ഐ എം മെന്റലിസ്റ്റ് അജ്മൽ. നമ്മൾ ഇന്നൊരു മറ്റൊരു എക്സ്പെരിമെന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കാർഡ് വെച്ചിട്ടുള്ള കുറെ എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഒരു മറ്റൊരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ പ്രധാന ആളാണ് ഇര, ഫൈസാനാണ്. ഫൈസാന്റെ അടുത്ത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഒരു ഡക്ക് കാർഡാണ്, നോർമൽ ആയിട്ടുള്ള ഒരു ഡക്ക് കാർഡാണ്. നമുക്കൊന്ന് ഷഫിൾ ചെയ്യാം. ഒരു ഡക്ക് കാർഡാണ്. ഈ കാർഡിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ജസ്റ്റ് ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. ഫൈസാനുണ്ടല്ലോ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഫൈസാനോട് നമുക്കൊന്ന് സെലക്ട് ചെയ്യാൻ പറയാം. ഫൈസാൻ ഞാൻ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയുമ്പോൾ ഒന്ന് നിർത്താം. അതായത് സ്റ്റോപ്പ് ഫൈസാൻ പറയുമ്പോൾ ഞാൻ നിർത്താം. എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു. സ്റ്റോപ്പ് ഫൈസാൻ പറഞ്ഞിടത്താണ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ ഫൈസാന്റെ സെലക്ഷനാണ്. ഇപ്പം ഞാനിത് ഒരു രീതിയിലും ഫൈസാനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഫൈസാൻ പറയുന്നു ഈ 52 കാർഡിൽ എവിടെ വേണമെങ്കിൽ ഫൈസാൻ നിർത്തായിരുന്നല്ലോ. അപ്പം എനിക്ക് അതിനകത്ത് കാർഡ് മാറ്റി വെക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ നമുക്ക് ഇതിനകത്ത് ഒരു കാർഡ് എടുക്കാം. ഈ കാർഡ് ഫൈസാന് കൊടുക്കുകയാണ്. ഫൈസാൻ അതിൻ്റെ ആ ഇമേജ് എന്നെ കാണിക്കാതെ തന്നെ ഇമേജ് ഒന്നും മനസ്സിൽ ഫുള്ള് ഒന്ന് വരുത്താൻ, ഇമേജ് ഫുൾ മൈൻഡിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ബാക്കിയുള്ള കാർഡ് ഇതിലേക്ക് തിരിച്ചു വയ്ക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇരിക്കും. ഇനി ഞാൻ ഫൈസാനോട് മൈൻഡ് ഒന്ന് റീഡ് ചെയ്യണം. ഇപ്പം ആ കാർഡ് അറിയാവുന്ന ഒരാൾ ഫൈസാൻ മാത്രമാണ്. ഇപ്പം ഞാൻ ഫൈസാനിൻ്റെ അടുത്ത് ആ കാർഡ് ഒന്ന് റീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുകയാണ്. ഇതൊരു ശ്രമം മാത്രമാണ്. മെന്റലിസ്റ്റ് എപ്പോഴും മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ 90% മാത്രമാണ് ഒരു പ്രോബബിലിറ്റി പറയുന്നത് സക്സസിന്. എനിവേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ആ കാർഡ് കണ്ടല്ലോ, അതിന് ഒരു കളർ ഉണ്ടാവും. ഒന്നെങ്കിൽ റെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലാക്ക് ഉണ്ടാവും. ഒരു രീതിയിൽ എനിക്ക് പിടുത്തം തരാത്ത രീതിയിൽ വേണം ഫൈസാൻ പെർഫോം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആ കാർഡിൻ്റെ കളർ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലാക്ക് റെഡ് ഉണ്ടല്ലോ, അതായത് ഇപ്പം സപ്പോസ് ഒരു കളർ ആണെങ്കിൽ ആ കളർ മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനൊരു പ്രൊഡിക്ഷൻ അത് എഴുതി നോക്കാം. ഒരു പക്ഷേ ഫെയിലിയർ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതൊരു എക്സ്പെരിമെന്റ് ആണല്ലോ. കളർ ഞാൻ എല്ലാം പ്രൊഡക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പറിലേക്ക് കിടക്കാം. ഒന്നെങ്കിൽ 1 to 10 JKQ എത്രയാണ് നമുക്ക് ഉള്ളത്. അതിൽ ഏതാ നമ്പർ ആയിരിക്കും നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതായത് ആ നമ്പർ ഇങ്ങനെ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതാ നമ്പർ കിട്ടുമെന്ന് അറിയാനായിട്ട്. 1 2 3 4 5 6 7 8 9 10 JKQ ഇനി അതിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, ആ സിമ്പിൾ മാത്രം, ഈ നമ്പറൊക്കെ കളഞ്ഞേക്ക് സിമ്പിൾ മാത്രമായിട്ട് എന്ന് മൈൻഡിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യണം. ആ സിമ്പിൾ എന്ന് പറയുമ്പോൾ ആകെ 4 സിമ്പിളുള്ളൂ. ഒരു ക്ലബ്സ് ഉണ്ട്, പിന്നെ ഒരു ഡയമണ്ട് ഉണ്ട്, പിന്നെ ഒരു ആസ് ഉണ്ട്, അത് സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു ഹേർട്ട് ഉണ്ട്. ഇത്രയാണ് സിമ്പിൾ, 4 സിമ്പിളുള്ളത്. അതിനകത്ത് ഏത് സിമ്പിളാണെന്നുള്ളത് മാത്രം, സിമ്പിൾ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാണും. മനസ്സിൽ കണ്ടില്ലേ? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു പ്രൊഡിക്ഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാമറയിൽ നിന്ന് കാണിക്കാം. ഫസ്റ്റ് ക്യാമറയിൽ കാണാമല്ലോ അല്ലേ? കണ്ടല്ലോ. ഇനി നമുക്ക് ഫൈസാൻ്റെ അടുത്ത് ഉള്ള ആ കാർഡൊന്ന് കാണാം. ആ കാർഡൊന്ന് ക്യാമറയിൽ കാണിക്കും. ഓക്കെ, ഫൈസാൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് ഏതാണ്? 8 of diamond. യെസ്, ഞാൻ ഏകദേശം പ്രൊഡക്ഷനും 8 of diamond ആയിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.